കുറച്ച് കലിപ്പിലാണ് നമ്മുടെ കായിക മന്ത്രി. ലയണൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായിരിക്കുകയാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. മൈക്കും ക്യാമറയും ഒക്കെ തട്ടിത്തെറിപ്പിച്ചു. മന്ത്രിയെ പിന്തുണച്ച് ചാനൽ മൈക്കുകളും ക്യാമറകളും തള്ളി മാറ്റാൻ AC മൊയ്തീനും ഉണ്ടായിരുന്നു. ചെവിയിൽ വന്നിട്ടല്ലോ പറയേണ്ടത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് കയ്യേറ്റം ചെയ്യുന്നത്. പോലീസുകാരെന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? അല്ല, സീൻ ഉണ്ടാക്കാനല്ല. പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തികേടുമില്ല. സാർ പോലീസുകാരെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? പോലീസുകാരെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങൾ MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, കുറ്റം പറയാൻ പറ്റില്ല, ആരായാലും പ്രകോപിതനായി പോകും. ആ നിലയ്ക്ക് പ്രതിരോധത്തിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതേ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് മെസ്സി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. മെസ്സി വരും, നിങ്ങളോട് ആരാണ് പറഞ്ഞത് വരില്ല എന്നൊക്കെ ചോദിച്ച മന്ത്രിക്ക് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് കയ്യൂക്ക് കാണിച്ചല്ല പരിഹരിക്കേണ്ടത്. തീർച്ചയായും അത് ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അതിന്റെ അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തൃശൂർ എരിമപ്പെട്ടിയിലാണ് ഇന്ന് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടന ചടങ്ങിനായി കായിക മന്ത്രി എത്തിയിരിക്കുന്നത്. കായിക മന്ത്രി എത്തിയ സമയത്ത് ആ സമയത്തിന് തൊട്ടു മുൻപായിരുന്നു ഹൈബീഡിന്റെ ആ ഒരു വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ ഈ GCDAക്കെതിരെയും അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വന്നത്. അതിനുശേഷം ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരായുകയായിരുന്നു. എന്നാൽ പ്രതികരണം ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രതികരണം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയും അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ അദ്ദേഹത്തിന് വൃത്തികേടായാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന AC മൊയ്തീനും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്താണ് ഈ ഒരു കാര്യത്തിൽ മറുപടി ഇല്ലാത്തത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആളുകളൊക്കെ തന്നെ കേരളത്തിൽ ഒന്നടങ്കം ജനങ്ങൾ മറുപടി ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് സംഭവത്തിൽ കൃത്യമായി സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടത്. അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള മറുപടിയും മന്ത്രിക്ക് പറയാനില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കയ്യൂക്ക് കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും പോലീസിനെ ഉപയോഗിച്ച് മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനും തള്ളി മാറ്റുകയും മർദ്ദിക്കാനുള്ള ശ്രമവും ഒക്കെ തന്നെ അവിടെ നടന്നു. മാത്രമല്ല, ഈ ഒരു സംഭവത്തിന് ശേഷം മന്ത്രി ഈ പരിപാടിയിലേക്ക് പോവുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചുമില്ല. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ചെവിയിൽ വന്നിട്ടല്ലോ പറയേണ്ടത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസുകാരെന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? അല്ല, സീൻ ഉണ്ടാക്കാനല്ല. പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തികേടുമില്ല. സാർ പോലീസുകാരെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? പോലീസുകാരെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങൾ AC മൊയ്തീന്റെ ശരീരഭാഷയും മുഖഭാവവും ഒക്കെ കാണുമ്പോൾ ജനപ്രതിനിധികളാണ് ഇവരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നേരത്തെ പ്രഖ്യാപിച്ച മന്ത്രി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ മന്ത്രിയുടെ പ്രതികരണം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരി. ആരെങ്കിലുമൊക്കെ കൊട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളുമ്പോൾ ഇതിനനുസരിച്ചുള്ള മാനക്കേടും മാനഹാനിയും ഒക്കെ സഹിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് മാധ്യമപ്രവർത്തകരുടെ മേൽ കുതിര കയറിയിട്ടല്ല. ആ മൈക്ക് പിടിച്ചു വാങ്ങുന്ന സമയത്ത് AC മൊയ്തീന്റെ മുഖഭാവവും ശരീരഭാഷയും ഒക്കെ എത്രത്തോളം ഞാൻ ആരുടേതിന് സമാനമെന്നൊന്നും പറയില്ല. ആ നിലയ്ക്കാണോ ജനപ്രതിനിധികൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതൊക്കെ സ്വയം വിമർശന വിധേയമായി കാണാൻ കഴിയുന്നതാണ്.